Dear students, ഇന്നൊരു സാമ്പിൾ പേപ്പറാണ് ചെയ്യുന്നത്. ടേം 1-ൻ്റെത്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രോഡക്റ്റ് ഓഫ് HCF ആൻഡ് LCM ഓഫ് ദ നമ്പേഴ്സ് 50 ആൻഡ് 90. അവിടെ HCF-ൻ്റെയും LCM-ൻ്റെയും പ്രോഡക്റ്റ് ആണ് നമുക്ക് വേണ്ടത്. HCF നമുക്കറിയാം ഫോർമുല. HCF ഇൻറ്റു LCM എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആണ്. അപ്പോൾ അവിടെ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 90 ഇൻറ്റു 50 ചെയ്താൽ മതി. അപ്പോൾ അവിടെ 0, 5, 2, 4750. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ആൻസർ എന്ന് പറയുന്നത് 4750. അടുത്തത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ഫോർ വിച്ച് ദ ഫോളോയിങ് ഇക്വേഷൻ ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2. അപ്പോൾ a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2 ആണ്. അവിടെ a1 എന്ന് പറയുന്നത് എന്താണ്? 2. a1/a2 എന്ന് പറയുന്നത് k + 2 ഈക്വൽ ടു b1 എന്ന് പറയുന്നത് 3 ഡിവൈഡ് ബൈ b2 എന്ന് പറയുന്നത് 6 ഈക്വൽ ടു c1. c1 4 ആണ്. 4/3k + 2. ഇതിൽ നമുക്ക് എല്ലാം ഈക്വൽ ആയതുകൊണ്ട് കെയുടെ വാല്യൂ കാണും. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ എന്ന് എടുത്താൽ മതി. 3/6 എന്ന് പറയുന്നത് എന്താണ്? 1/2. അപ്പോൾ 2/k + 2 ഈക്വൽ ടു 1/2. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. k + 2 ഈക്വൽ ടു 4. അപ്പോൾ k എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 - 2 ഈക്വൽ ടു 2. k എന്ന് പറയുന്നത് 2 ആണ്. അടുത്തത് അവിടെ 2 vertical poles. 2 vertical poles of height 9 meter and 14 meter stands on a plain ground. If the distance between their feet is 12 meter, then the distance between their tops ആണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഒരു പോൾ എന്ന് പറയുന്നത് 14 meter ആണ്. വേറൊരു പോൾ എന്ന് പറയുന്നത് ഹൈറ്റ് കുറച്ച് വരയ്ക്കുക, അതായത് 9 meter. ഈ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ഇത് 14 meter ഉള്ളതും ഇത് 9 meter ഉള്ള ഒരു പോൾ. ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫീറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12 meter എന്ന് തന്നിട്ടുണ്ട്. ഇതിന്റെ ടോപ്പിന്റെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണുന്നത്. ഒരു പോൾ ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവുന്നതുകൊണ്ട് ഒന്ന് വലുതും ഒന്ന് കുറച്ച് ചെറുതുമായിരിക്കും. അപ്പൊ ഇതിന്റെ ടോപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ കൊടുക്കും, അതായത് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് കിട്ടും. അതായത് ഇതിന് നമ്മൾ ആദ്യത്തെ വെർട്ടിക്കൽ പോളിന് AB എന്ന് പേര് കൊടുത്തു, ഇത് CD എന്ന് കൊടുത്തു, ഈ ഡിസ്റ്റൻസ് E. അപ്പോൾ നമുക്ക് കാണേണ്ടത് AC ആണ്. AC കാണണമെങ്കിൽ ഇവിടെ BD 12 ആണെങ്കിൽ Cയും എന്തായിരിക്കും? 12 തന്നെയായിരിക്കും. ഇനി AE എന്താണെന്നുള്ളത് അറിയണം. AE എന്ന് പറയുന്നത് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 9 ആണ്. മൊത്തം 14 ആണ്. അതായത് AB എന്ന് പറയുന്നത് 14 ആണ്. BE എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്. BE 9 ആണെങ്കിൽ AE എന്ന് പറയുന്നത് എന്തായിരിക്കും? ABയിൽ നിന്ന് BE മൈനസ് ചെയ്യുക. അപ്പൊ AB എന്ന് പറയുന്നത് 14 - 9 ഈക്വൽ ടു 5 ആണ്. AE എന്ന് പറയുന്നത് 5. ഇനി എന്ത് ചെയ്യുക? പൈതഗോറസ് തിയറം. നമുക്ക് AC ആണ് കാണേണ്ടത്, ഹൈപ്പോട്ടന്യൂസ് സൈഡ് ആണ് കാണേണ്ടത്. AC എന്ന് പറയുന്നത് √AE² + EC². അപ്പൊ AE² എത്രയാണ്? 5² പ്ലസ് EC എന്ന് പറയുന്നത് 12 ആണ്. 12². അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 25 + 144. 25 + 144 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √169 ആണ്. 169 എന്ന് പറയുന്നത് 13. അപ്പോൾ 13 meter ആണ് നമുക്ക് അതിന്റെ ടോപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടുന്നത്. ഇൻ ഫിഗർ ആംഗിൾ D എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ആംഗിൾ D 90 ഡിഗ്രി. AB ഈക്വൽ ടു 16 സെന്റിമീറ്റർ, BC ഈക്വൽ ടു 12 സെന്റിമീറ്റർ, CA ഈക്വൽ ടു 6 സെന്റിമീറ്റർ, ദെൻ CD. നമുക്ക് ഈ CD ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾ 2 റൈറ്റ് ട്രയാങ്കിൾ എടുത്തിട്ട് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം വലിയ ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിളിൽ മാത്രമേ നമുക്ക് പൈതഗോറസ് തിയറി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലെ അതായത് ഇൻ ട്രയാങ്കിൾ ABDയിൽ ADB, ട്രയാങ്കിൾ ADBയിൽ നമുക്ക് AB² എന്ന് പറയുന്നത് എന്താണ്? AB² ഈക്വൽ ടു AD² + BD² ആണ്. അവിടെ BD എന്ന് പറയുന്നത് എന്താണ്? BD എന്ന് പറയുന്നത് CD + BC ആണ്. അപ്പൊ നമുക്ക് അതിനെ മാറ്റി കൊടുക്കാം. അതായത് AD² + BD എന്ന് പറയുന്നത് CD + BC
ഹോൾ സ്ക്വയർ. ഇവിടെ എ ബി സ്ക്വയർ ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് സി ഡി പ്ലസ് ബി സി ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. എ ബി എത്രയാണ്? എ ബി 16 എന്ന് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ 16 സ്ക്വയർ ഈക്വൽ ടു എ ഡി സ്ക്വയർ തന്നിട്ടില്ല. എ ഡി സ്ക്വയർ പ്ലസ് സി ഡി എന്ന് പറയുന്നത് എത്രയാണ്? സി ഡി ആണ് കണ്ടുപിടിക്കുന്നത്. ബി സി 12 ആണ്. സി ഡി പ്ലസ് 12 ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പൊ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 16 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 256 ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് ഇത് എന്താവും? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ സി ഡി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു സി ഡി ഇൻറ്റു 12 പ്ലസ് 12 സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇതിനെ നമ്മൾ ഷോർട്ട് ആക്കുകയാണെങ്കിൽ എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ പ്ലസ് 24 സി ഡി പ്ലസ് 144 എന്ന് കിട്ടും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 144നെ ഇപ്പത്തേക്ക് കൊണ്ടുപോവാം. 256 മൈനസ് 144. ഇവിടെ എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ എന്താണെന്നുള്ളത് അറിയണം. അതായത് എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ സി സ്ക്വയർ. അതായത് ഇൻ ട്രയാങ്കിൾ എ ഡി സിയിൽ നമുക്ക് എ സി സ്ക്വയർ ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ ആണ്. അതായത് എ സി സ്ക്വയർ ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ ആണ്. അപ്പൊ ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ആണ്. ആ പ്ലേസിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? എ സി സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് 24 സി ഡി. ഇവിടെ ഇത് രണ്ടും മൈനസ് ചെയ്യുക. 256 എന്ന് 144 മൈനസ് ചെയ്ത് 112 ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് 24 സി ഡി. അവിടെ എ സി എന്താന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 6 ആണ് എ സി. അപ്പോൾ 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ അതെന്താവും? 36. 6 സ്ക്വയർ പ്ലസ് 24 സി ഡി. ഇതൊന്ന് സി ഡി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 24 സി ഡി ഈക്വൽ ടു 112 മൈനസ് 36. അപ്പോൾ 112 36 മൈനസ് ചെയ്യുമ്പോൾ 6 ഇവിടെ 76 എന്ന് വരും. അപ്പോൾ സി ഡി ഈക്വൽ ടു 76 ഡിവൈഡ് ബൈ 24. 76 ഡിവൈഡ് ബൈ 24 നമുക്ക് എങ്ങനെ ഷോർട്ട് ആക്കാം? ഇതിന് അതായത് ഇതിനെ ഷോർട്ട് ആക്കുന്ന സമയത്ത് ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 12, ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 3, 8. ഇനിയും ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 6 ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 19. അപ്പോൾ 19/6 ആണ് ആൻസർ വരുന്നത്. 19/6 ഇനി ഷോർട്ട് ആക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 19/6. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് 2 ട്രയാങ്കിളും എടുത്തിട്ട് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എ ഡി ബി എന്നുള്ള റൈറ്റ് ട്രയാങ്കിൾ മാത്രമാണ് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാൻ പറ്റും. എ ഡി ബി എന്നുള്ള ട്രയാങ്കിളും എടുക്കണം, എ ഡി സി എന്നുള്ള ട്രയാങ്കിളും എടുക്കണം. കാരണം ഈ ഒരു സൈഡ് നമുക്ക് തന്നിട്ടില്ല, സി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. അടുത്തത് 3 fair coins. അവിടെ 3 fair coins are tossed simultaneously. What is the probability of getting at least one tail ആണ് ചോദിക്കുന്നത്. അപ്പോൾ probability of getting at least one tail എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടെയിലെങ്കിലും കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ 3 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ ഒരു കോയിനാണ് ടോസ് ചെയ്യുന്നതെങ്കിൽ 2/1 നമുക്ക് 2 ആണ്. അതായത് ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 2 ആണ്. 2 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ 4 ഔട്ട്കംസ് ഉണ്ടാവും. 3 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 8 ആണ്. 2 ക്യൂബ്. അതായത് നമ്മൾ എഴുതില്ലേ H 3 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ H T വരും. പിന്നെ H പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? H T T. പിന്നെ മിഡിലാക്കിയിട്ട് എഴുതുക TH T. അടുത്തത് TTH. അടുത്തത് TT T. 3 ഔട്ട്കംസ് ആണ് നമുക്ക് ഉണ്ടാവും. 1 2 3 4 5 6 7 8 ഔട്ട്കംസ് ഉണ്ടാവും. ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 8 ആണ്. ഇതിൽ അറ്റ്ലീസ്റ്റ് 1 ടെയിലാണ് ചോദിക്കുന്നത്. അപ്പൊ ടെയിൽ ഇല്ലാത്തത് ഏതാണ്? HH. ഇതിൽ മാത്രം ടെയിൽ ഇല്ല, ബാക്കി എല്ലാത്തിലും നമുക്ക് ഒരു ടെയിലെങ്കിലും ഉണ്ട്. അപ്പൊ നമ്മള് ഇവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 7/8. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 7/8. ഇനി അതില് in triangle ABC, DE parallel to BC, AD by DB equal to 3/5, AC is equal to 4.8, then AE. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗർ വരഞ്ഞു നോക്കാം. ട്രയാങ്കിൾ ABC
എ ബി സിയിൽ ഡി ഇ പാരലൽ ടു ബി സി ആണ്. ഡി ഇ പാരലൽ ടു ബി സി എന്ന് പറയും. അങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. എ ഡി ബൈ ഡി ബി ഈക്വൽ ടു 3/5. എ ഡി ബൈ ഡി ബി ഈക്വൽ ടു 3/5 ആണെങ്കിൽ നമുക്ക് എന്താണ് കാണേണ്ടത്? എ ഇ ആണ് കാണേണ്ടത്. എ സി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ബി പി ടി തിയറം യൂസ് ചെയ്യുക. അതായത് ഒരു ട്രയാങ്കിളിൽ ഒരു പാരലൽ ലൈൻ വരികയാണെങ്കിൽ എന്താണ് അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി ആണ്. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഡി ബൈ എ ബി. കാരണം നമുക്ക് ഇവിടെ എ സി ആണ് തന്നിട്ടുള്ളത്, എ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ഡി ബൈ എ ബി ഈക്വൽ ടു എ ഇ ബൈ എ സി. അപ്പൊ എ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 3 ബൈ എ ബി എന്ന് പറയുന്നത് 3/5 എന്ന് പറയുന്നത് 3 + 5 8. എ ബി എന്ന് പറയുന്നത് 8. എ ഇ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. എ സി 4.8. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 8 എ ഇ ഈക്വൽ ടു 3 × 4.8. എ ഇ ഈക്വൽ ടു 3 × 4.8 ഡിവൈഡ് ബൈ 8. അപ്പോൾ ഇവിടെ എത്ര വരും? 0.6. 0.6 × 3 എന്ന് പറയുന്നത് 1.8. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1.8 സെന്റിമീറ്റർ. ഇവിടെ if cot theta equal to 7/8, then 1 plus sin theta into 1 minus sin theta by 1 plus cos theta into 1 minus cos theta. ഇവിടെ 1 plus sin theta into 1 minus sin theta എന്ന് പറഞ്ഞാൽ a plus b into a minus b, a square minus b square. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 minus sin square theta എന്ന് എഴുതാൻ പറ്റും. അതുപോലെ ഡിവൈഡ് ബൈ, അതായത് 1 square 1 തന്നെ, 1 minus sin square theta. ഡിനോമിനേറ്ററിൽ 1 plus cos theta into 1 minus cos theta എന്ന് പറയുന്നത് 1 minus cos square theta. ഇനി ഓർമ്മിക്കേണ്ടത് 1 minus sin square theta എന്ന് പറഞ്ഞാൽ എന്താണ്? cos square theta ആണ്. ഐഡന്റിറ്റി cos square theta by 1 minus cos square theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? sin square theta ആണ്. അപ്പോൾ cos square theta by sin square theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? cot square theta ആണ്. അപ്പോൾ cot square theta ആണ് നമുക്ക് കാണേണ്ടത്. cot theta 7/8 ആണെങ്കിൽ cot square theta എന്തായിരിക്കും? അതിന് സ്ക്വയർ ചെയ്യുക, 49/64. അടുത്തത്, after how many decimal places does 441/2 square into 5 square into 7 square terminate എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 441 ഡിവൈഡ് ബൈ 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ. ഇവിടെ 7 സ്ക്വയർ കണ്ട ഉടനെ നോൺ ടെർമിനേറ്റിംഗ് ആണെന്ന് പറയാൻ പാടില്ല. കാരണം ചിലപ്പോൾ ഇത് ക്യാൻസൽ ആയി പോകും. നമുക്ക് 2ഉം 5ഉം മാത്രം ഫാക്ടേഴ്സ് ആയിട്ട്, ഡിനോമിനേറ്ററിൽ ഫാക്ടേഴ്സ് ആയിട്ട് 2ഉം 5ഉം അല്ലെങ്കിൽ 2 മാത്രം അല്ലെങ്കിൽ 5 മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുമ്പോഴേ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ കിട്ടുള്ളൂ. ഇവിടെ 7 സ്ക്വയർ ഉണ്ടെങ്കിലും ഇവിടെ ഇത് ക്യാൻസൽ ആയി പോകും. അതായത് 441/7 × 7. 7 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 7 6 are 42. ഇവിടെ 63 ആണ് വരുന്നത്. പിന്നെ അങ്ങനെ ക്യാൻസൽ ആയതുകൊണ്ട് അവിടെ 7 സ്ക്വയർ ക്യാൻസൽ ആയി പോകും. അപ്പോൾ 2 ഇത് മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ. 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. അപ്പോൾ 2 ഇതിന്റെ പവർ എത്രയാണ്? 2. അപ്പോൾ എത്ര പ്ലേസസിലാണ് ടെർമിനേറ്റ് ആവുന്നത്? 2 ഡെസിമൽ പ്ലേസ്. Find the points where the graph of the lines അവിടെ x minus 2y equal to -3 and 2x plus y equal to 4 intersect x axis. Intersect x axisലാണ് ചോദിക്കുന്നത്. അതായത് x minus 2y equal to -3. ഇതാണ് നമുക്ക് ഒരു ഗ്രാഫ്. അടുത്തത് 2x plus y equal to 4. ഇവിടെ നമുക്ക് ഇന്റർസെക്ട് എക്സ് ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എക്സ് ഇവിടെ -2 × 0 ആണ് വരിക, ഈക്വൽ ടു -3. അപ്പൊ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കിട്ടുന്നത്? -3. അപ്പൊ ആദ്യത്തെ ഇതിന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് -3, 0. ഇതിലാണെങ്കിൽ 2x is equal to 4 എന്ന് വരും, x is equal to 2. അപ്പൊ ഇതിൻ്റെത് 2, 0. അപ്പൊ ഇത് ഏതാണ് ഇതിൽ വരുന്നത് എന്നുള്ളത്? -3, 0, 2, 0. അടുത്തത് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് -4, -3 ഫ്രം ദ ഒറിജിൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യേണ്ടത്, അതായത് ഇതിനെ രണ്ടിനെ റൂട്ട് ഓഫ് -4 സ്ക്വയർ പ്ലസ് -3 സ്ക്വയർ എന്ന് ചെയ്താൽ മതി. കാരണം ഡിസ്റ്റൻസ് ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസ് 0 -4 അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ഇങ്ങനെ സ്ക്വയർ റൂട്ട് ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ √16 + 9
ഈക്വൽ ടു √25 ഈക്വൽ ടു 5. അപ്പോൾ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. വാട്ട് ഈസ് ദ എക്സ്പോണന്റ് ഓഫ് 3 ഇൻ ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 864? അവിടെ 864 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. 3ന്റെ പവർ എത്രയാണ് വരുന്നതെന്നുള്ള എഴുതുക. ഇവിടെ 2 കൊണ്ട് 4 3 2 2 2 1 6. ഇനി വേണമെങ്കിൽ നമുക്ക് 3 കൊണ്ട് 7 3s are 21. അപ്പോൾ ഇനി 3 ആവുമ്പോൾ 3 2s are 6 12 26 3 2 4 6 7 3s are 21 3 2s are 6. ഇവിടെ 3 2s are 6 24 ആണ്. അപ്പോൾ ഇവിടെ 3 8 2 4 2 2 എന്ന് വരും. അപ്പോൾ 3ന്റെ അതായത് ഇവിടെ നമുക്ക് വരുന്നത് 2 raised to 1 2 3 4 5 2 raised to 5 into 3 cube ആണ് വരുന്നത്. 3ന്റെ എക്സ്പോണന്റ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ആണ്. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 3. അടുത്തത് 2 tan 30 by 1 plus tan square 30 ആണ് കാണുന്നത്. 2 tan 30 അതായത് 2 into tan 30 എന്ന് പറയുന്നത് 1 by √3 ഡിവൈഡ് ബൈ അവിടെ 1 plus tan square 30 1 plus 1 by √3 സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ 2 by √3 ഡിവൈഡ് ബൈ 1 ഇങ്ങനെ വരും 1 by 3 അതായത് √3 സ്ക്വയർ 1 by 3. ഇത് 3 plus 1 4 by 3 എന്ന് വരും. അതായത് 2 by √3 ഡിവൈഡ് ബൈ 4 by 3 ഇതിനെ തിരിച്ചെഴുതിയാൽ മതി. 2 by √3 into 3 by 4 വരും. റെസിപ്രോക്കൽ എഴുതുക. അപ്പോൾ ഇവിടെ ക്യാൻസൽ ആവും. ഇവിടെ 3യും √3യും ക്യാൻസൽ ആയിട്ട് √3 എന്ന് വരും. അതായത് √3/2 ആണ് വരുന്നത്. √3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതിന്? sin 60 ആണ് √3/2. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് sin 60. sin 60 ഈക്വൽ ടു √3/2. അടുത്തത് if a equal to x cube y raised to 5 and b y square x raised to 5 then HCF ആണ് നമുക്ക് കാണേണ്ടത്. HCF ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പവർ കുറവുള്ളത് എഴുതിയാൽ മതി. അതായത് പവർ എക്സിന് ഏതിലാണ് കുറവ്? ഇവിടെ x raised to 5 ആണ്, ഇവിടെ x ക്യൂബ്. അപ്പോൾ x ക്യൂബ്. അതുപോലെ y raised to 5 y സ്ക്വയർ. അപ്പോൾ y സ്ക്വയർ ആണ് ചെറുത്. അപ്പോൾ HCF എന്ന് പറയുന്നത് x ക്യൂബ് y സ്ക്വയർ എന്ന് വരും. അടുത്തത് sec theta plus tan theta into 1 minus sin theta. അതായത് sec theta plus tan theta into 1 minus sin theta ആണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ sec theta എന്ന് പറയുന്നത് എന്താണ്? 1 by cos theta plus tan theta എന്ന് പറയുന്നത് sin theta by cos theta into 1 minus sin theta. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 plus sin theta into 1 minus sin theta divided by cos theta. ഇത് a plus b into a minus b. അപ്പോൾ 1 minus sin square theta by cos theta എന്ന് വരും. 1 minus sin square theta എന്താണ്? cos square theta. cos square theta by cos theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു cos theta ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? cos theta എന്നുള്ളത് കിട്ടും. ഇനി അടുത്തത് area of sector of center angle 200 degree of a circle is 770 centimeter square. Find the length of the corresponding arc of the corresponding sector. അതായത് നമുക്ക് ഏരിയ സെക്ടറും ലെങ്ത് ഓഫ് ആർക്കും കൂടിയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. അതായത് ഏരിയ ഓഫ് സെക്ടർ ഈക്വൽ ടു L/2 ഇൻറ്റു ലെങ്ത് ഓഫ് ആർക്ക് ഇൻറ്റു റേഡിയസ്. ഇതാണ്. അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ റേഡിയസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഏരിയ സെക്ടർ തന്നതിൽ നിന്ന് റേഡിയസ് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് L കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ എന്ന് പറയുന്നത് എന്താണ്? θ/360 ഇൻറ്റു πr². അതാണ് നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? 770 തന്നിട്ടുള്ളത്. അപ്പോൾ θ എന്ന് പറയുന്നത് 200/c 360 ഇൻറ്റു 22/7 ഇൻറ്റു r² ഈക്വൽ ടു 770. ഇവിടെ ക്യാൻസൽ ആയി. ഇതിൽ 10 ഇവിടെ 80 എന്ന് വന്നു. ഇത് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 9 ഇവിടെ 11. അപ്പോൾ r² ഈക്വൽ ടു 770 ഇൻറ്റു 7 ഇൻറ്റു 9 ക്രോസ് ചെയ്യുക ഡിവൈഡ് ബൈ 11 ഇൻറ്റു 10.
അപ്പോൾ ഇവിടെ ഇത് ക്യാൻസലായി 7 49 ഇൻറ്റു 9 ആർ സ്ക്വയർ എന്ന് പറയുന്നത് 7 ഇൻറ്റു 7 ഇൻറ്റു 9 എന്ന് പറയുന്നത് 3 ഇൻറ്റു 3 എഴുതുകയാണെങ്കിൽ നമുക്ക് 21. ആർ എന്ന് പറയുന്നത് അതായത് രണ്ടിലും പെയർ ഉണ്ടല്ലോ, അപ്പോൾ ആർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം 21. ഇതിന്റെ റൂട്ട് ആയിരിക്കുമല്ലോ, അപ്പോൾ റൂട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോൾ 7 ഇൻറ്റു 3 ആണ് നമുക്ക് വരിക. റേഡിയസ് എന്ന് പറയുന്നത് 21 കിട്ടും. റേഡിയസ് 21 കിട്ടിയാൽ നമ്മൾ ഇനി എന്ത് ചെയ്യുക, ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റേഡിയസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലെങ്ത് ഓഫ് ആർക്കാണ് നമുക്ക് കാണേണ്ടത്. ഏരിയ ഓഫ് സെക്ടറും ലെങ്ത് ഓഫ് ആർക്കും തമ്മിലുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ഏരിയ ഓഫ് സെക്ടർ ഈക്വൽ ടു L/2 ഇൻറ്റു ആർ. ആ ഫോർമുല പഠിച്ചു വെക്കുക. അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ എന്ന് പറയുന്നത് എത്രയാണ് 770 ഈക്വൽ ടു L/2 ഇൻറ്റു റേഡിയസ് നമ്മൾ 21 കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് ഇനി L ആണ് വേണ്ടത്. L എന്ന് പറയുന്നത് എന്താണ് 770 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 21. ഇനി ഇതിനെ ക്യാൻസൽ ചെയ്യും. ഇതിന് 7 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 വന്നു. ഇവിടെ 7 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 110. 110 ഇൻറ്റു 2 എന്ന് പറയുന്നത് 220. 220/3 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. The perimeters of two similar triangles ABC and LMN are 60 cm and 48 cm respectively. If LM equal to 8 cm, then AB. അവിടെ നമുക്ക് ABC LMN എന്നുള്ള രണ്ട് ട്രയാങ്കിൾ ആണുള്ളത്. അതിന്റെ പെരിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ LMN ഡിവൈഡ് ബൈ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ടു LM/AB ആണ്. അത് അതിന്റെ സൈഡ്സ്, അതായത് പെരിമീറ്ററിന്റെ റേഷ്യോ സൈഡ്സിന്റെ റേഷ്യോ എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പോൾ പെരിമീറ്ററിന്റെ റേഷ്യോ ആണ് നമുക്ക് 60, അതായത് ABCൻ്റെത് 60 ആണ്, LMNന്റെ 48 ആണ്. അപ്പോൾ 48/60 ഈക്വൽ ടു 8/AB. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ 48AB ഈക്വൽ ടു 8 ഇൻറ്റു 60, AB ഈക്വൽ ടു 8 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 48. അപ്പോൾ ഇവിടെ 6 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. അടുത്തത് ഇവിടെ ഫൈൻഡ് ആംഗിൾ M. ആംഗിൾ M ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ABCയും LMN എന്നുള്ള രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സൈഡ്സ് നമുക്ക് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ SSS സിമിലാരിറ്റിയിൽ നമുക്ക് എന്ത് പറയും, ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം ആംഗിളിന് ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ BC എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. BC/MN നമ്മൾ എടുക്കുകയാണെങ്കിൽ 4/10 എന്ന് പറയുന്നത് എന്താണ് 0.4 വന്നു. ഇനി 0.4 വരണമെങ്കിൽ ഇത് രണ്ടും, അതായത് 3.6ഉം 9ഉം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 3.6 എന്ന് പറയുന്നത് AC/LN, 3.6/9 എന്ന് പറയുന്നത് 0.4 എന്ന് കിട്ടി. അപ്പൊ അതും സൈഡ്സ് പ്രൊപ്പോർഷൻ ആയിട്ട് വന്നു. ഇനി AB/LM എന്ന് പറയുന്നത് എത്രയാണ് 4.4/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും 0.4. അപ്പൊ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ്. ഏതെല്ലാം ട്രയാങ്കിൾ ആണ് ഇവിടെ സിമിലർ ആയിട്ടുള്ളത്, ABC ട്രയാങ്കിൾ ABC സിമിലർ ടു AB ഏതിനാണ്, LMനാണ്, LMN. അപ്പൊ നമ്മൾ നോക്കുക AB/LM ഈക്വൽ ടു BC/MN ഈക്വൽ ടു AC/LN കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ B ഏതിനാണ് ഈക്വല്, ആംഗിൾ M-നാണ് ഈക്വല്. നമുക്ക് ആംഗിൾ M ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയായിരിക്കും, 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഏതെല്ലാം ആംഗിൾ ആണെന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയും. ഇനി അടുത്തത് tan A+B ഈക്വൽ ടു √3. tan A - B ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. tan A+B ഈക്വൽ ടു √3, അതായത് A+B √3, tan 60 ആണ് നമുക്ക് √3. A+B എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും 60 ആയിരിക്കും. ഇവിടെ tan A - B എന്ന് പറയുന്നത് 1 ആണ്. tan A - B ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ A - B ഈക്വൽ ടു tan 45 ആണ് 1 കിട്ടും. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഇവിടെ എലിമിനേറ്റ് ചെയ്യുക, ബിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുക. 2A ഈക്വൽ ടു 105 ഈക്വൽ ടു 105/2,
അതായത് 52.5. 52.5 ആണെങ്കിൽ പിന്നെ ബി 7.5 ആയിരിക്കും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ബി ഈക്വൽ ടു 60 മൈനസ് 52.5. അപ്പോൾ എത്രയാണ് വരിക? 7.5. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. Zeros of the quadratic polynomial 7y² minus 11/3y minus 2/3. അപ്പോൾ നമുക്ക് അതിന്റെ സീറോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 7y² minus 11/3y minus 2/3. അപ്പോൾ ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സീറോസ് കിട്ടും. 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 21y² minus 11y minus 2. അപ്പോൾ ഇവിടെ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 21 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 42. അപ്പോൾ പ്രോഡക്റ്റ് നമുക്ക് കിട്ടേണ്ടത് -42 ആണ്. അപ്പോൾ പ്രോഡക്റ്റിൽ മൈനസ് വന്നത് കൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് നമുക്ക് രണ്ടിന് ഡിഫറൻസ് ആയിരിക്കണം 11 കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സ് വേണം ഈ 42ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് എടുക്കാൻ. അപ്പോൾ 14 × 3 എന്ന് പറയുന്നത് 42 ആണ്. 14 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 11 കിട്ടും. അപ്പോൾ ഇവിടെയും മൈനസ് വന്നതുകൊണ്ട് വലിയ നമ്പറിന് നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? 21y² മൈനസ് 14y പ്ലസ് 3y. എന്നിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കിയാൽ -14 + 3 എന്ന് പറയുന്നത് -11 ആണ്. -2. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് എന്താണുള്ളത്? 7y കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ 7y കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ബാക്കി 3y -2 പ്ലസ് 3, അതായത് ഇവിടെ 1, 3y -2. അപ്പോൾ ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 7y + 1ഉം 3y -2 ആണ് നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. 7y + 1 = 0, 7y = -1y = -1/7, 3y -2 = 0, 3y = 2, y = 2/3. അപ്പോൾ y 2/3ഉം -1/7ഉം ആണ് വരുന്നത്. ഇതിന്റെ ആൻസർ സി. അടുത്തത്, a card is drawn at random from a pack of 52 cards. Find the probability that the card drawn is neither an ace nor a king. അപ്പോൾ ഏസും വരാൻ പാടില്ല, കിങ്ങും വരാൻ പാടില്ല. അപ്പോൾ നമുക്കറിയാം 4 ഷേപ്പിലാണ് കാർഡിൽ. ആ 4 എണ്ണത്തിലും 4 കിങ് ഉണ്ടാവും, 4 ഏസ് ഉണ്ടാവും. അപ്പോൾ 52 കാർഡ്സിന്ന് ആ 2 ഏസും വരാൻ പാടില്ല, കിങ്ങും വരാൻ പാടില്ല. 2 4 എണ്ണം, അങ്ങനെ 8 എണ്ണം നമ്മൾ മൈനസ് ചെയ്യുക. 8 മൈനസ് ചെയ്യുമ്പോൾ 44. അപ്പോൾ ടോട്ടൽ നമുക്ക് കാർഡ് കിട്ടാനുള്ള ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 44 ആണ്. ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 52 കാർഡ്സിന്ന് ഈ 44 ആണ് നമുക്ക് വരാനുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം. അപ്പോൾ ഇതിനെ ഷോർട്ട് ആക്കുമ്പോൾ നമുക്ക് വരുന്നത് 11/13 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 11/13. ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ്